നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. സെൻകുമാറിനെ പുനർനിയമിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ മുഖ്യമന്ത്രി ഒപ്പിട്ടു. ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത് ഈ വിഷയമാണ്. സെൻകുമാറിന്റെ പുനർനിയമനത്തിൽ മുഖ്യമന്ത്രി ഒപ്പിട്ടു. ഉത്തരവ് നാളെ കൈമാറും. പുനർനിയമന ഉത്തരവിൽ ഒപ്പിട്ട വാർത്തയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തേക്ക് വരുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ജീവൻ കുമാർ ചേരുന്നു. ജീവൻ, എന്താണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സെൻകുമാർ പുനർനിയമന ഉത്തരവ് കൈപ്പറ്റുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുകയായിരുന്നു. ഇന്ന് കോടതി ഇക്കാര്യത്തിൽ ഉത്തരവിന്റെ കാര്യത്തിൽ വ്യക്തത വരുത്തുന്ന ഹർജി, സർക്കാർ സമർപ്പിച്ച ഹർജി തള്ളുകയുമുണ്ടായി. എന്താണ് ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ? ലാൽ, അല്പസമയങ്ങൾക്ക് മുമ്പാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ DGP ആയി സെൻകുമാറിനെ സംസ്ഥാന പോലീസ് മേധാവിയായി പുനർനിയമിക്കുന്നതിനുള്ള ഫയലിൽ ഒപ്പുവെച്ചത്. അന്തിമമായി അദ്ദേഹം ആ ഫയലിൽ ഒപ്പിട്ടു. നേരത്തെ സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്ത് തുടർന്ന ലോക്നാഥ് ബെഹ്റയ്ക്ക് നേരത്തെ വിജിലൻസിന്റെ അഡീഷണൽ ഡയറക്ടർ വിജിലൻസിന്റെ ചുമതലയാണ് ഉണ്ടായിരുന്നത്. ജേക്കബ് തോമസ് അവധിയിൽ പോയതിനെ തുടർന്നാണ് സർക്കാർ അദ്ദേഹത്തെ വിജിലൻസ് ഡയറക്ടറുടെ അധിക ചുമതല നൽകിയിരുന്നത്. ആ ചുമതല നിലവിൽ ലോക്നാഥ് ബെഹ്റ തുടർന്നും വഹിക്കും എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ ഏപ്രിൽ 24-ലാണ് സുപ്രീം കോടതിയിൽ നിന്നും TP സെൻകുമാറിന് അനുകൂലമായി സുപ്രീം കോടതിയുടെ ഉത്തരവുണ്ടാകുന്നത്. അന്ന് മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഫയൽ പ്രോസസ്സിംഗിലായിരുന്നു സംസ്ഥാന സർക്കാർ എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ആദ്യം വിധി പകർപ്പ് ലഭിക്കുന്നതിന് മുമ്പ് തന്നെ സുപ്രീം കോടതിയുടെ വെബ്സൈറ്റിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇതിൻ്റെ രേഖകൾ എടുക്കുകയും ചീഫ് സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ആരംഭിച്ചു. തുടർന്ന് ഈ ഔദ്യോഗിക ഫയൽ കുറിപ്പ് ലഭിച്ചതിനു ശേഷം, വെബ്സൈറ്റിൽ നിന്ന് ലഭിച്ചതിനു ശേഷം, എന്നിട്ട് ആദ്യം നിയമ സെക്രട്ടറിയിൽ നിന്നാണ് ഉപദേശം തേടിയത്. നിയമ സെക്രട്ടറിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടാമത് അഡ്വക്കേറ്റ് ജനറലിൽ നിന്നും പിന്നീട് മുതിർന്ന അഭിഭാഷകരിൽ നിന്നുമെല്ലാം നിയമോപദേശം തേടിയതിനു ശേഷമാണ് കോടതിയെ സമീപിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. തുടർന്ന് ഇന്ന് രാവിലെയോടുകൂടി ഈ കാര്യത്തിൽ കോടതിയിൽ നിന്നും പ്രതികൂലമായ വിധിയാണ് ഉണ്ടായത്. അതേ തുടർന്ന് ഇപ്പോൾ സെൻകുമാറിനെ ഈ കാര്യത്തിൽ നിയമിക്കുന്നതിനുള്ള അന്തിമമായ ഉത്തരവിലേക്ക് ഒപ്പുവെക്കുകയും ചെയ്തിരിക്കുന്നു. ആദ്യം മുതൽ തന്നെ മുഖ്യമന്ത്രി ഇതിൽ പറയുന്നൊരു കാര്യമുണ്ട്. സെൻകുമാറിനെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഫയൽ പ്രോസസ്സിങ്ങിലാണ്. ആ വിധിയുടെ പകർപ്പ് സുപ്രീം കോടതി എന്നതാണ് മുഖ്യമന്ത്രി ആദ്യം മുതൽ തന്നെ പറഞ്ഞിരുന്നൊരു കാര്യം. വിധി ഉണ്ടായി ഏതാണ്ട് 10 ദിവസത്തിനകമാണ് ഇപ്പോൾ സെൻകുമാറിനെ ഈ കാര്യത്തിൽ നിയമിച്ചുകൊണ്ട് DGP ആയി നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ ആഭ്യന്തര വകുപ്പിന്റെ കൂടി ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയങ്ങൾക്ക് മുമ്പ് ഒപ്പുവെച്ചത്. ലാൽ, ജീവൻ കുമാറാണ് വിവരങ്ങൾ നൽകിയത്. സെൻകുമാറിനെ പുനർനിയമിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ മുഖ്യമന്ത്രി ഒപ്പിട്ടിരിക്കുന്നു. ഇതിന്റെ വിശദാംശങ്ങളാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് CPM നേതാവ് P. ബിജു, കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, മുതിർന്ന അഭിഭാഷകർ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ എന്നിവർ. ഒപ്പം മുൻ ചീഫ് സെക്രട്ടറി വിജയനുണ്ണി ടെലിഫോൺ ലൈനിലും ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. P. ബിജു, എല്ലാ മാധ്യമങ്ങളും ഒരുമിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്, എല്ലാ മാധ്യമങ്ങളും എന്ന് പറയുമ്പോൾ സർക്കാരിനെ സെൻകുമാർ വിഷയത്തിൽ വിമർശിക്കുന്ന എല്ലാ മാധ്യമങ്ങളും ഒറ്റ വാചകത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത് സർക്കാർ പ്രതികാര ബുദ്ധിയോടുകൂടി സെൻകുമാറിന്റെ കാര്യത്തിൽ സെൻകുമാറിനെ നിയമിക്കുന്നതിന് താല്പര്യമില്ലാതെ മുന്നോട്ട് പോകുന്നു, കോടതി അലക്ഷ്യ നടപടികൾ ക്ഷണിച്ചു വരുത്തും, ഈ കാര്യത്തിൽ നടപടികൾ ഉടനെ എടുക്കണം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് ഒരു വ്യക്തത വരുത്താൻ കൊടുത്ത ഹർജി തള്ളുകയും ഉണ്ടായി. ഇപ്പോഴിതാ പുറത്തേക്ക് വരുന്ന വാർത്ത, മുഖ്യമന്ത്രി ഒപ്പിട്ടിരിക്കുന്നു TP സെൻകുമാറിനെ വീണ്ടും നിയമിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഈ കാര്യത്തിൽ സർക്കാർ ഏത് തരം നടപടികളിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത് എന്നാണ് നിങ്ങൾക്ക് പറയേണ്ടി വരുന്നത്? ഒന്നാമത്തെ കാര്യം, സുപ്രീം കോടതി വിധി നടപ്പിലാക്കാൻ കഴിയില്ല എന്നൊരു ഗവൺമെൻറ്റിന് നിലപാട് സ്വീകരിക്കാൻ വേണ്ടി കഴിയില്ല. അത് നമ്മുടേതുപോലൊരു ജനാധിപത്യ സംവിധാനത്തിൽ നടക്കുന്നതൊക്കെ ബാലിശമായിട്ടുള്ള അഭിപ്രായങ്ങളാണ്. ഈ വിധി വന്നതിൻ്റെ അന്ന് തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചു. സുപ്രീം കോടതി വിധി നടപ്പിലാക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞു. ഈ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി പറഞ്ഞു, കോടതിയുമായി ഏറ്റുമുട്ടലില്ല, നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞു. ഗവൺമെൻറ് ഇതിൻ്റെ വിവിധ പ്രോസസ്സിലൂടെയാണ് പോകുന്നത്. കാരണം ഈ സെൻകുമാറിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന 1 വർഷത്തിന് മുമ്പുണ്ടായ സംഭവമാണ്. ആ 1 വർഷത്തിന് മുമ്പുണ്ടായ സംഭവത്തിന് മേലാണ് ഇപ്പോൾ കോടതി ഒരു വിധി പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ ആ കോടതി വിധി നടപ്പിലാക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങളെ സംബന്ധിച്ച് പരിശോധിക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ കോടതി വിധി നടപ്പിലാക്കുന്നതിനാവശ്യമായിട്ടുള്ള മറ്റ് തയ്യാറെടുപ്പുകൾ ഗവൺമെൻറ്റിൻ്റെ മറ്റ് സംവിധാനം ഉപയോഗിച്ച് ചെയ്യേണ്ടി വരും. ലീഗൽ ഒപ്പീനിയൻ എടുക്കേണ്ടി വരും, ലോ സെക്രട്ടറിയുടെ നിന്ന് വാങ്ങേണ്ടി വരും, മറ്റ് അതിൻ്റെ കാര്യങ്ങളെല്ലാം പരിശോധിക്കേണ്ടി വരും. ഇതെല്ലാം പരിശോധിച്ചിട്ടാണ് സാധാരണഗതിയിൽ ഒരു ഗവൺമെൻറ് നിലപാട് സ്വീകരിക്കേണ്ടതായിട്ടുള്ളത്. കാരണം ആ കോടതി വിധിയിൽ പിറ്റേ ദിവസം രാവിലെ 10 മണിക്ക് മുമ്പ് എടുത്തിരിക്കണം, അങ്ങനെയൊന്നും കോടതി വിധി പറഞ്ഞിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും റീസണബിൾ ആയിട്ടുള്ള ടൈം എടുത്തുകൊണ്ട് ഇത് സർക്കാരിന് അതിനകത്ത് ഉചിതമായിട്ടുള്ള തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സമയമുണ്ട്, അതിനാവശ്യമായിട്ടുള്ള അവസരമുണ്ട്. അതിലൊന്നും ഇപ്പോൾ ഒരു വ്യക്തതയുടെ പ്രശ്നമില്ല. ഇന്നിപ്പോൾ സുപ്രീം കോടതിയോട് ക്ലാരിഫിക്കേഷൻ ചോദിച്ചു, ക്ലാരിഫിക്കേഷൻ്റെ ആവശ്യമില്ലാന്ന് സുപ്രീം കോടതി പറഞ്ഞു. അത്ര തന്നെ അതിനകത്ത് വന്നിട്ടുള്ളത്. അത് കണ്ടംപ്റ്റും മറ്റൊന്നും ആയിട്ടില്ല. അങ്ങനെ അതൊക്കെ യഥാർത്ഥത്തിൽ തെറ്റായ ഉദ്ദേശം വെച്ചുകൊണ്ടുള്ള വ്യാഖ്യാനങ്ങളാണ്. ഒരു ക്ലാരിഫിക്കേഷൻ വേണമെന്ന് ഗവൺമെൻറ് ചോദിച്ചു. സ്വാഭാവികമായിട്ട് ക്ലാരിഫിക്കേഷൻ്റെ ആവശ്യമില്ലാന്ന് സുപ്രീം കോടതി നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. അതിന് ആ രൂപത്തിൽ കണ്ടാൽ മതി. യഥാർത്ഥത്തിൽ സുപ്രീം കോടതി വിധി നടപ്പിലാക്കുന്നതിനാവശ്യമായിട്ടുള്ള സമീപനമാണ് ഗവൺമെൻറ് സ്വീകരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് ലോ സെക്രട്ടറിയുടെ ഒപ്പീനിയൻ വാങ്ങിച്ചു, അതിനുശേഷം മറ്റ് ലീഗൽ ഒപ്പീനിയൻ വാങ്ങിച്ചു. ഈ ഒപ്പീനിയെല്ലാം വാങ്ങിച്ചിട്ട് കാരണം ഒരു വർഷത്തിന് മുമ്പുണ്ടായ ഒരു സംഭവമാണ്. അതിനുശേഷം ഉദ്യോഗസ്ഥലത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്, ട്രാൻസ്ഫറാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം പരിശോധിച്ച് ഗവൺമെൻറ് ഒരു ഉചിതമായിട്ടുള്ള തീരുമാനമാണ് എടുത്തത്. മറ്റ് വാർത്തകളൊക്കെ ചില നിക്ഷിപ്ത താല്പര്യം വെച്ചുകൊണ്ടുള്ള വാർത്തകൾ ഉയർത്തിക്കൊണ്ടുവന്നെന്ന് മാത്രമേ കാണാൻ. ഞാൻ തിരിച്ചു വരാം ശ്രീ പി ബിജു. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഈ സുപ്രീം കോടതി വിധിയെ വ്യത്യസ്തമായി കാണുന്ന ആളുകളിൽ ഒരാളാണ് താങ്കളും. വിധി നടപ്പിലാക്കുന്ന കാര്യത്തിൽ സർക്കാർ എടുക്കേണ്ട സമീപനത്തെക്കുറിച്ച് താങ്കളുടേതായ അഭിപ്രായവുമുണ്ട്. അതേസമയം നേരത്തെ താങ്കൾ ഉൾപ്പെടെയുള്ളവർ സൂചിപ്പിച്ചിട്ടുള്ള പ്രത്യേകതകളുള്ള ജനാധിപത്യത്തിൻ്റെ സംരക്ഷണത്തിൽ നിയമസഭയും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിക്കും മേൽ എടുക്കേണ്ട ചില നടപടികൾ, അവരെക്കാൾ മുമ്പേ എടുക്കേണ്ട ചില നടപടികൾക്ക് അവർക്ക് നിയന്ത്രണമുള്ള കാര്യങ്ങളിൽ ജുഡീഷ്യറി കൈകടത്തുന്നു എന്ന് പറയിപ്പിക്കുന്ന ഒരു വിധി, ആ വിധിയിൽ പലതും ആലോചിച്ച് നിയമപരമായ ഉപദേശം തേടി എടുക്കേണ്ട ഘട്ടം, അതിൻ്റെ ചുരുങ്ങിയ സമയം എടുത്തുകൊണ്ട് സർക്കാർ ഇപ്പോൾ സുപ്രീം കോടതി വിധി നടപ്പിലാക്കുന്നതിലേക്ക് വരുന്നു എന്ന് കാണാനാകുമോ? അല്ല, സംസ്ഥാന സർക്കാർ സർവാത്മന സ്വാഗതം ചെയ്ത വിധിയായിരുന്നില്ല സെൻകുമാർ കേസിൽ സുപ്രീം കോടതി നൽകിയത്. അതിന് കാരണങ്ങൾ പലതുണ്ട്. എല്ലാ കാരണങ്ങളും വ്യക്തിപരമാകണം എന്നില്ല. സർക്കാരിന് ഇഷ്ടമില്ലാത്ത ഒരു ഉദ്യോഗസ്ഥനെ അതീവ നിർണായകമായ ഒരു പദവിയിൽ നിയമിക്കണമോ അല്ലെങ്കിൽ നിലനിർത്തണമോ എന്നൊരു ചോദ്യം അവിടെ ഉണ്ടായിരുന്നു. ഈ പ്ലഷർ എന്നുള്ള ഒരു ഡോക്ട്രിൻ അത് ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള ഒന്നാണ്. രാഷ്ട്രപതി ഇപ്പോൾ ഗവർണർക്ക് 5 വർഷം ഉണ്ട് എന്ന് പറഞ്ഞാലും ഡ്യൂറിങ് ദ പ്ലഷർ ഓഫ് ദ പ്രസിഡന്റ് ആണ്. എന്ന് വെച്ചാൽ കേന്ദ്ര ഗവൺമെൻറ് അവർക്ക് ആ ഇഷ്ടമില്ലാത്ത അവസ്ഥയിൽ ഗവർണറെ പിരിച്ചുവിടാം. ഞാൻ ആ പ്ലഷർ ഡോക്ടറിന് ഇവിടെ നേരിട്ട് ബാധകമാണ് എന്ന് വാദിക്കുകയല്ല. പക്ഷേ ഗവൺമെൻറ്റിന് ഇഷ്ടമില്ലാത്ത ഒരാളെ, അനഭിമതൻ എന്നതിനെ വാക്കിൽ ഉപയോഗിക്കുകയാണ് ആയ ഒരാളെ പോലീസ് മേധാവി എന്ന ഉന്നതമായ പദവിയിൽ, നിർണായകമായ പദവിയിൽ ഇരുത്തുന്നതിന് ഗവൺമെൻറ്റിന് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ആ കേസിൽ വിധി വന്നപ്പോൾ അന്നോ അല്ലെങ്കിൽ അതിനടുത്ത ദിവസമോ ആ ഉത്തരവ് സർക്കാർ നൽകാതിരുന്നത്. അനുബന്ധമായി പല കാര്യങ്ങളും ബിജു പറഞ്ഞതുപോലെ 1 വർഷം മുൻപ് നടന്ന ഒരു സ്ഥലം മാറ്റം, അത് നമ്മൾ ഈ സെൻകുമാറിനെ പിരിച്ചുവിട്ടല്ലോ, അതിന് വേറൊരു പദവിയാണ് നൽകിയത്. അപ്പോൾ അനുബന്ധമായി പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും. ആ കാര്യങ്ങൾ ഗവൺമെൻറ് ആലോചിക്കുന്നുണ്ടായിരുന്നു. മുഖ്യമന്ത്രി അക്കാര്യം നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇന്നല്ല, നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. സുപ്രീം കോടതി വിധി അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുകയും ഉത്തരവുകൾ നൽകുകയും ചെയ്യും എന്ന കാര്യത്തിൽ. പക്ഷേ വ്യക്തത ആവശ്യമുണ്ട് എന്ന് ഗവൺമെൻറ് തോന്നിയാൽ എവിടെയാണ് പോകേണ്ടത്? സുപ്രീം കോടതി വിധിയിൽ വ്യക്തത ആവശ്യമുണ്ട് എന്ന് സംസ്ഥാന സർക്കാരിന് തോന്നിയാൽ സംസ്ഥാന സർക്കാരിന് ആ കോടതിയെ തന്നെ സമീപിക്കുന്നതിനുള്ള അവകാശമുണ്ട്. അവിടെ പിഴയിടും, ഞങ്ങൾ ശിക്ഷിക്കും എന്നൊക്കെയുള്ള ഭീഷണിപ്പെടുത്തൽ അത് സുപ്രീം കോടതിക്ക് ഭൂഷണമല്ല. സുപ്രീം കോടതി വിലപ്പെട്ട സമയം എന്ന് പറഞ്ഞു. സുപ്രീം കോടതിക്ക് സമയത്തിന് പ്രത്യേകമായ വിലയൊന്നുമില്ല. ഇവിടെ ഗവൺമെൻറ്, കേന്ദ്രമായാലും സംസ്ഥാനമായാലും ഈ ജുഡീഷ്യറിയെ, കോടതികളെ ഒക്കെ നിലനിർത്തുന്നത്, ജഡ്ജിമാർക്ക് ശമ്പളം നൽകുന്നതൊക്കെ സർക്കാരാണ്. സർക്കാർ ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരം നൽകാതെ ഞങ്ങളുടെ വിലയേറിയ സമയം നഷ്ടപ്പെടുത്തി എന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ട് പിഴയിടുക, ആ വക കാര്യങ്ങൾ ഞാൻ സുപ്രീം കോടതി വിധിയെ അനുകൂലിക്കുമ്പോഴും സ്വാഗതം ചെയ്യുമ്പോഴും ആ വക കാര്യങ്ങളൊന്നും ശരിയല്ല. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അതൊന്നും ഭൂഷണമല്ല. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, ഇപ്പോൾ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ചൂണ്ടിക്കാട്ടിയതുപോലെ സുപ്രീം കോടതി ഇന്നിപ്പോൾ ആദ്യമായിട്ടല്ല ഒരു സംസ്ഥാന സർക്കാരിൻ്റെ മേൽ പിഴ ചുമത്തുന്നത്. ഈ അടുത്ത ഘട്ടത്തിൽ തന്നെ പല സംസ്ഥാനങ്ങൾക്കും ഈ
പിഴ ചുമത്തൽ നേരിടേണ്ടി വന്നിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന് ഈ അടുത്ത് ഒരു കേസിൽ 1 ലക്ഷം രൂപ പിഴ ചുമത്തിയതായി ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ പിഴ ചുമത്തേണ്ട ഘട്ടങ്ങളിൽ പിഴ ചുമത്തേണ്ടതുണ്ട്, അത് വേറൊരു കാര്യം. പക്ഷേ ഈ പ്രത്യേക കേസിൽ ഇത്തരത്തിലുള്ള നടപടികൾ ഒരു വിധിയുടെ വ്യക്തത തേടിപ്പോയ സംസ്ഥാന സർക്കാരിന് നേരിടേണ്ടി വരുന്നു. ഒന്ന്. രണ്ടാമത് എന്താണ്, സംസ്ഥാനത്തെ പ്രതിപക്ഷം അങ്ങുൾപ്പെടുന്ന പ്രതിപക്ഷത്തിൻ്റെ പ്രതിനിധികൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഉടൻ നിയമിക്കണം, ഇപ്പോൾ നിയമിക്കണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇന്ന് വേണമെങ്കിൽ നിയമിക്കാതിരിക്കാമെന്നാണ് എനിക്ക് ഈ കോടതി നടപടികൾ വീക്ഷിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. വേണമെങ്കിൽ ചൊവ്വാഴ്ച രാവിലെ കോടതിയിൽ ഹാജരാക്കിയാൽ മതി ഒരു ഉത്തരവ് എന്നുള്ള രീതിയിലേക്ക് കോടതി അലക്ഷ്യ ഹർജി അന്നാണ് രാവിലെ സുപ്രീം കോടതി പരിഗണിക്കുന്നത്. എന്നിരിക്കെ ഇന്ന് സർക്കാർ ഇതാ സെൻകുമാറിനെ നിയമിക്കാൻ ഉത്തരവിട്ടിരിക്കുന്നു. നിങ്ങൾ എങ്ങനെ കാണുന്നു അതിനെ? ഡോക്ടർ ലാൽ, ഇത്തരം ഒരു ഉപദേശം ദയവ് ചെയ്ത് സർക്കാരിന് കൊടുക്കരുത്. സർക്കാർ അല്ലെങ്കിൽ തന്നെ ഉപദേശകന്മാരെ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടി, അല്ലെങ്കിൽ ഉപദേശകന്മാരുടെ ഉപദേശം സ്വീകരിച്ച് ഇത്തരം പ്രതിസന്ധിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ കാര്യത്തിൽ സുപ്രീം കോടതിക്ക് മാത്രമല്ല പൊതു കേരള സമൂഹത്തിന് മൊത്തത്തിൽ തന്നെ ഒരുതരം പകപോക്കൽ നയം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ട് എന്ന് സംശയം ഉളവാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ശ്രീ സെൻകുമാറിൻ്റെ നിയമനം ഒരു കാരണവശാലും നീട്ടിക്കൊണ്ടുപോവുകയില്ലെന്ന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും കോടതിയുമായി ഏറ്റുമുട്ടലില്ല, നിയമനം തിരികെ നൽകും എന്ന് പാർട്ടി ലെവലിൽ ജനങ്ങളോട് പറയുകയും ചെയ്തിട്ടുള്ള ഒരു വസ്തുതയിൽ ഈ ഗവൺമെൻറ് എന്തെല്ലാം തരത്തിൽ അത് നീട്ടിക്കൊണ്ടുപോകാൻ കഴിയും എന്ന പരിശോധന നടത്തി അതിനു വേണ്ടിയുള്ള അവസാനത്തെ പടിയായി ഈ വ്യക്തത തേടിയുള്ള ഹർജിയും കൂടി വന്നപ്പോഴാണ് കോടതിക്ക് പിഴ ചുമത്തേണ്ടി വന്നത്. കോടതി ആഗ്രഹിച്ചിട്ടുള്ള ഒരു പിഴ ചുമത്തലാവുകയില്ല. അത്തരമൊരു നടപടികൾ ഈ കോടതി ഉത്തരവ് നടപ്പാക്കുന്നതിന് സമയം കിട്ടുക എന്ന ഉദ്ദേശത്തോടുകൂടി ദുരുദ്ദേശത്തോടുകൂടി ഉള്ളതാണ് ഈ ഹർജി എന്ന് വന്നപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലുണ്ടായൊരു വിധിയായി ഇതിനെ കണക്കാക്കിയാൽ മതി. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഈ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ റിസർവേഷൻ കാണിക്കുമ്പോൾ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഈ കാര്യത്തിലുള്ള കാർക്കശ്യ സമീപനത്തിനെ കൊണ്ട് ഇത് ചോദിച്ചു വാങ്ങിയ ഒരു ശിക്ഷയാണ് എന്ന കാര്യം കൂടി അദ്ദേഹം അനുസ്മരിക്കണമായിരുന്നു എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. പക്ഷേ അപ്പോഴും അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, സർക്കാർ ഈ കാര്യത്തിൽ തുടക്കം മുതൽ എടുത്തിരുന്ന നിലപാട് എന്താണ്? കോടതിയിൽ സെൻകുമാർ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തിക്കൊണ്ട് പറഞ്ഞതുപോലെയോ പ്രതിപക്ഷം ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ വ്യക്തിവൈരാഗ്യം തീർക്കുന്ന രീതിയിൽ പെരുമാറുന്നു എന്ന രീതിയിലോ അല്ല. കോടതി വിധിയെ അംഗീകരിക്കുന്നു, ഈ വിധി നടപ്പിലാക്കാൻ വേണ്ടിയുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു, എത്രയും വേഗം അത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് നടപ്പിലാക്കിയിരിക്കുന്നു. അതൊന്ന്. രണ്ടാമതൊരു വ്യക്തത വേണ്ട കാര്യങ്ങൾ ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നു. വ്യക്തത ആരോടാണ് തേടേണ്ടത്? ഈ ചോദ്യമുണ്ടല്ലോ ഈ ജനാധിപത്യത്തിൽ. ഇന്ന് അതിന് സ്ഥാനമില്ലാതെയാണ് ഈ നിയമനം ഇപ്പോൾ നടപ്പിലാക്കേണ്ടി വരുന്നത്. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു. ഒരു കോടതി ഉത്തരവുണ്ടായാൽ അതിനകത്ത് വ്യക്തത തേടുന്നത് കോടതിയിലാണ് എന്ന അഭിപ്രായം എനിക്കില്ല. അതിൻ്റെ വ്യക്തത തേടുന്നതിന് ഒന്നുകിൽ ആ കേസ് ബാധിച്ച വക്കീലിനോട്, അല്ലെങ്കിൽ ഗവൺമെൻറ് പോലെയുള്ള സ്ഥാപനങ്ങളാണെങ്കിൽ ഗവൺമെൻറ്റിന് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള സ്ഥാപനങ്ങളുണ്ട്, ആ സ്ഥാപനങ്ങളിൽ നിന്നും വ്യക്തത നേടുക. ആ വ്യക്തത നേടലിലൂടെ ഇത് നിയമപരമായി നിലനിൽപ്പില്ലാത്ത വിധിയാണ് എന്ന് വന്നാൽ അതിൻ്റെ മുകളിലത്തെ കോടതിയിലേക്കോ മുകളിലത്തെ സംവിധാനത്തിലേക്കോ പോവുക തുടങ്ങിയ സംവിധാനങ്ങളാണ് ഉപയോഗപ്പെടുത്തേണ്ടത്. എല്ലാത്തിനും കയറി വ്യക്തത വേണം എന്ന് പറയുന്നത് സമയം കിട്ടാനുള്ള, സമയം വാങ്ങാനുള്ള ഒരു കുറുക്കു വഴിയാണെന്ന് കോടതിക്ക് തോന്നി. ശരിയോ തെറ്റോ ആവട്ടെ, ഞാൻ ആ ശരി തെറ്റിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ തോന്നാനിടയാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഗവൺമെൻറ് എത്തിയത് കൊണ്ടാണ് കോടതിയിൽ നിന്ന് ഗവൺമെൻറ്റിന് ഇതൊരു പിഴ അനുഭവിക്കാനുള്ള നിർഭാഗ്യമുണ്ടായത്. അതാണ് മനസ്സിലാക്കേണ്ടത്. കാര്യങ്ങൾ അതിൻ്റെ റൈറ്റ് പെർസ്പെക്റ്റീവിൽ കാണാൻ ഗവൺമെന്റിനെ ഉപദേശിക്കുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനങ്ങൾക്കോ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ, കോടതിക്ക് ഉണ്ടാകുന്നൊരു തോന്നൽ അത് വളരെ പ്രധാനമാണ് ഈ കേസിൻ്റെ കാര്യങ്ങളെങ്കിലും
പരിശോധിക്കുമ്പോൾ. അതായത് മനഃപൂർവ്വം ഇതിനകത്ത് സർക്കാർ ഒരു വൈരാഗ്യം തീർക്കുന്നോ വൈകിപ്പിക്കുന്നോ എന്ന് കോടതിക്കൊരു തോന്നലുണ്ടായാൽ അത് എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് അഡ്വക്കേറ്റ് PM സുരേഷ് ബാബുവിനെ പോലുള്ളവർ ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോഴും നിലനിൽക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു വർഷമായി നീണ്ടു നിൽക്കുന്ന ഒരു നിയമ പോരാട്ടത്തിനൊടുവിൽ ഏപ്രിൽ 24-ന് ഒരു വിധി വരുന്നു. മെയ് 21-നകം അത് നിയമിക്കപ്പെട്ട് അതിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട ആളാണ് TP സെൻകുമാർ ആ വിധി അനുസരിച്ച് എന്ന് നമുക്ക് മനസ്സിലാകുന്നു. പക്ഷേ ആ നിയമനം നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള മറ്റു പ്രത്യാഘാതങ്ങളെക്കുറിച്ച് സർക്കാരിനൊരു സംശയം ഉണ്ടാകുമ്പോൾ ആ വ്യക്തത വരുത്താൻ കോടതിയെ സമീപിക്കാനുള്ള അവകാശമില്ലേ സർക്കാരിന്? അത് കോടതി എങ്ങനെ കാണും എന്ന് ഭയപ്പെട്ടു പോകേണ്ടതാണോ? നിയമത്തിൽ പഴുതില്ലാത്ത ഒരു അവകാശമാണോ സർക്കാരിൻ്റേത്? ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞതാണ്, സർക്കാരിന് ഒരു അവകാശം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ എനി പാർട്ടി ക്യാൻ അപ്രോച്ച്. അത് ചെയ്യാം, അതൊരു റൈറ്റ് ആയിട്ടൊന്നും പറയുന്നില്ല. പക്ഷേ സാധാരണ അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷൻ കോടതിക്ക് തോന്നുകയാണ്, ക്ലാരിഫിക്കേഷൻ വേണമെന്ന് തോന്നുകയാണെങ്കിൽ സാധാരണ കോടതി കൊടുക്കാറുണ്ട്. ഈ കേസിൽ എന്താ സംഭവിച്ചേക്കണത്? ഈ കേസിൽ സെയിം ബെഞ്ചിൻ്റെ മുമ്പിൽ തന്നെ വന്നു ഈ ക്ലാരിഫിക്കേഷൻ, ഞങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ട്, എന്ത് ചെയ്യണമെന്നും എങ്ങനെ ചെയ്യണമെന്നും ഞങ്ങൾക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടെന്നാണ് കോടതി പറഞ്ഞത്. അപ്പോൾ ആ കോടതി പറഞ്ഞ ക്ലാരിറ്റി അനുസരിച്ചിട്ടാണ് ഇന്ന് സംഭവങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്, കോസ്റ്റ് അടിച്ചതും എല്ലാം. അപ്പം ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ വളരെ പേഴ്സണലായിട്ട് ചിലപ്പോൾ കോടതി അപ്രോച്ച് ചെയ്തു എന്ന് നമുക്ക് തോന്നാം. പക്ഷേ അൾട്ടിമേറ്റ്ലി ആ ഓർഡർ 13 days വൈകിപ്പോയി, എന്തൊക്കെയോ കാരണങ്ങളാണ് 13 days വൈകിപ്പോയി. ഇപ്പോൾ കംപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് ഓർഡർ ഇറങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. നാളത്തേക്ക് അത് എക്സിക്യൂഷനിൽ വരുമെന്ന്. ഇതെന്നാണെങ്കിലും ഇന്ന് ചെയ്തിട്ട് നമ്മൾ ചിലപ്പോൾ ഒരു ക്ലാരിറ്റി ചോദിച്ചിരുന്നെങ്കിൽ കോടതി ചെയ്തേനെ. പക്ഷേ കോടതിയും ചിലപ്പോൾ ഒരു വാശിപ്പുറത്ത് പോയിട്ടുണ്ടാവും. അങ്ങനെ കോടതികൾ പോകാൻ പാടില്ല, പേഴ്സണലായിട്ട് എടുക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതല്ല, ഇത് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ അയാളുടെ ഒരു ഗ്രീവൻസ് ഉണ്ട്, അത് കോടതി വളരെയധികം ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് കോടതി വേറെ രീതിയിലൊരു വ്യാഖ്യാനം കൂടി വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ മനഃപൂർവ്വം ഒരു റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തതാണോ എന്ന് വരെ സംശയിക്കാൻ ഉതകുന്ന രീതിയിലാണ് നിങ്ങളുടെ സബ്സിക്വൻറ്റ് കണ്ടക്ട് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് കോടതിയുടെ, നമ്മളിത് ആദ്യം ഡിസ്കസ് ചെയ്തപ്പോൾ എല്ലാം പറഞ്ഞൊരു കാര്യമാണ്. ഈ കോടതിയുടെ മൈൻഡിൽ അങ്ങനെയാണ് നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുന്ന അതേ കോടതിയിൽ വീണ്ടും ഇതേ ആവശ്യങ്ങൾ നമ്മൾ ഉന്നയിക്കുമ്പോൾ കൂടുതൽ അടി കിട്ടുകയുണ്ടായുള്ളൂ. ഇന്നിപ്പോൾ എന്തായാലും ഓർഡർ വന്നു, നല്ല കാര്യം. അത് സെൻകുമാറിനെ വച്ചിട്ട് നന്നായിട്ട് ഭരിക്കാൻ പറ്റുമോ എന്നുള്ളതെല്ലാം പിന്നീട് നോക്കേണ്ടതാണ്. എന്തായാലും നല്ല മുഖ്യമന്ത്രി ഉള്ളപ്പോൾ, നമ്മൾ പ്രതീക്ഷിക്കുന്ന മുഖ്യമന്ത്രി ഉള്ളപ്പോൾ നല്ല രീതിയിൽ തന്നെ ഭരിക്കുന്നത് നമുക്ക് വിചാരിക്കാം. സെൻകുമാറൊന്നും അല്ലല്ലോ അൾട്ടിമേറ്റ്ലി ഗവൺമെൻറ് തന്നെയല്ലേ. അപ്പോൾ ഗവൺമെൻറ് ക്യാൻ ഗീവ് അപ്രോപ്രിയേറ്റ് ഡയറക്ഷൻ. സെൻകുമാർ ഈസ് ഓൺലി ആൻ ഇൻസ്ട്രുമെൻറ്റാലിറ്റി ടു, ആ ഇൻസ്ട്രുമെൻറ്റാലിറ്റി മാത്രമാണ്. ഗവൺമെൻറ് വിൽ പെർഫോം. അങ്ങനെ തന്നെ വേണം നമുക്ക് പ്രത്യാശിക്കാനായിട്ട്. എന്തായാലും ആ ഒരു ആപ്ലിക്കേഷൻ വിഡ്രോ ചെയ്തിട്ട് ഇന്ന് റിവ്യൂ പെറ്റീഷൻ ഒന്നും ദേ ആർ നോട്ട് ഗോയിങ് ടു എൻ്റർടൈൻ ഇറ്റ്. ആപ്ലിക്കേഷൻ വിഡ്രോ ചെയ്തു, എത്രയും പെട്ടെന്ന് തന്നെ നടപടി വന്നു. ഇനിയിപ്പോൾ ചൊവ്വാഴ്ചയ്ക്കുള്ള കണ്ടംപ്റ്റിൽ കൂടുതൽ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവാതെ നമ്മുടെ ഗവൺമെൻറ് 30th വരെ മുന്നോട്ട് പോവുകയും അതിനുശേഷം ഇനിയുള്ള 4 വർഷവും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യുന്നത് നമുക്ക് പ്രത്യാശിക്കാം. ഞാൻ തിരിച്ചു വരാം. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, അതായത് ഇപ്പോൾ അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ കൂടി സൂചിപ്പിച്ച കാര്യം നേരത്തെ നമ്മൾ അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു പറഞ്ഞപ്പോഴും ഞാൻ ചോദിച്ചൊരു കാര്യമാണത്. അതായത് കോടതിയുടെ മൂഡ്, കോടതിയുടെ തോന്നൽ, കോടതിയുടെ മൈൻഡ്, ഇതൊക്കെ വളരെ ഇതാണ്. ഇതിപ്പോൾ അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ പറയുന്നു, ഈ പുനഃപരിശോധന ഹർജി കൊണ്ട് പോയിട്ടും കാര്യമില്ല, ഈ ബെഞ്ചിൽ തന്നെ ഇത് വന്നതാണ്, വീണ്ടും ഇത്തരത്തിൽ അവരെ കൊണ്ട് ഞങ്ങൾ പറഞ്ഞത് ക്ലിയർ ആണെന്ന് അവർക്ക് പറയേണ്ടി വരുന്നു. അവർ പറഞ്ഞതിൽ അവർക്ക് വ്യക്തതയുണ്ട്. അതുകൊണ്ട് ഈ ബെഞ്ചിലല്ല പോകേണ്ടിയിരുന്നത് എന്ന് വാദിയുടെ ഭാഗത്തുള്ള വക്കീലന്മാർ വരെ പറയുന്നുണ്ട് എന്ന് അഭ്യൂഹങ്ങളുണ്ട്. നിങ്ങൾക്ക് ജയിക്കണമായിരുന്നുവെങ്കിൽ ഈ ബെഞ്ചിലായിരുന്നില്ല പോകേണ്ടിയിരുന്നത് എന്നുള്ള രീതിയിൽ ഉള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട്. ഇതൊക്കെ ജുഡീഷ്യറിയിൽ സംഭവിക്കുന്നത് എത്രമാത്രം ഗുണകരമാണ്? അത് ഇത്തരം കേസുകളിൽ സർക്കാരുകൾ ഹർജിയുമായി പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട നിയമപരമായ കാര്യങ്ങളാണോ? ഇവിടെ ശ്രീ സുരേഷ് ബാബു പറഞ്ഞതുപോലെ സർക്കാരിനെ സംബന്ധിച്ച് വ്യക്തതയ്ക്ക് വേണ്ടി സമീപിക്കേണ്ട ഭരണഘടനാപരമായ സ്ഥാപനങ്ങളുണ്ട്. അത് നിയമ സെക്രട്ടറി ഉപദേശം നൽകി, അഡ്വക്കേറ്റ് ജനറൽ ഏറ്റവും പരമമായി ഉപദേശം നൽകേണ്ട ഉദ്യോഗസ്ഥൻ. അഡ്വക്കേറ്റ് ജനറലാണ് നിർദ്ദേശിച്ചത് ഇതിൽ ചില കാര്യങ്ങളിൽ വ്യക്തത ആവശ്യമുണ്ട് എന്നുള്ളത്. അഡ്വക്കേറ്റ് ജനറൽ അപ്രകാരം വ്യക്തത ആവശ്യമുണ്ട് എന്ന് സർക്കാരിന് ഉപദേശം നൽകിയാൽ പിന്നെ സർക്കാർ എന്താ ചെയ്യാൻ കഴിയുക?
പിന്നെ ചെയ്യാവുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തനിയെ വിധി വായിച്ചു നോക്കി എനിക്ക് അവ്യക്തതയില്ല എന്ന് പറയേണ്ടി വരും. അങ്ങനെയല്ലല്ലോ ഭരണം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് അഡ്വക്കേറ്റ് ജനറലിൻ്റെ നിർദ്ദേശപ്രകാരമാണ് വ്യക്തതയ്ക്ക് വേണ്ടി സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത്. അത് ശരിയോ തെറ്റോ വേണമായിരുന്നോ അതൊക്കെ വേറെ വിഷയങ്ങളാണ്. പക്ഷെ എന്നെ ബാധിക്കുന്ന വിഷയം, അത് സുരേഷ് ബാബു ഉൾപ്പെടെയുള്ളവരെയും ബാധിക്കുന്ന വിഷയം തന്നെയാണ്. ഇത്തരത്തിലൊരു സംസ്ഥാന സർക്കാർ, ഉത്തരവാദിത്തമുള്ള സർക്കാർ സുപ്രീം കോടതിയിൽ ഒരു കാര്യവുമായി ചെല്ലുമ്പോൾ ഇത്ര അസഹിഷ്ണുത, ഇത്ര ഒരു ഇഷ്ടക്കേട്, അനിഷ്ടം, ഇത്ര അത് കാണിക്കുന്നതിന് സുപ്രീം കോടതിക്ക് എന്താണ് അധികാരമുള്ളത്? ശരിയാണ്, സുപ്രീം കോടതിയുടെ ഉത്തരവ് നടപ്പാക്കുന്നില്ലെങ്കിൽ പിന്നെയുള്ളത് കോടതി അലക്ഷ്യമാണ്. കോടതി അലക്ഷ്യ കേസ് കൈകാര്യം ചെയ്യുമ്പോൾ ശിക്ഷിക്കാം, ചീഫ് സെക്രട്ടറി ജയിലിൽ അയക്കാം, പിഴ ചുമത്താം, 25,000 അല്ല 25 ലക്ഷം വേണമെങ്കിൽ ചുമത്താം. അതൊക്കെ സുപ്രീം കോടതിക്ക് ചെയ്യാം. പക്ഷേ നിങ്ങളുടെ ഒരു വിധി ഞങ്ങൾ വായിച്ചു, പരിശോധിച്ചു, ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ വ്യക്തത ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ അത് വലിയ അപരാധമായി കാണുന്ന സുപ്രീം കോടതി വലിയ തെറ്റായ ഒരു കീഴ്വഴക്കം സൃഷ്ടിക്കുന്നു. മറ്റ് സംസ്ഥാനങ്ങളുടെ കാര്യത്തിലും കേന്ദ്ര ഗവൺമെൻറ് കാര്യത്തിലും ഉണ്ടായിട്ടുണ്ട് എന്ന് ലാൽ നേരത്തെ പറഞ്ഞു. എവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇനി അത് ഉണ്ടാകാൻ പാടില്ല. ഏതൊരു സർക്കാരിനും ഏതൊരു വ്യക്തിക്കും കോടതിയെ സമീപിച്ച് ഒരു കാര്യം ചോദിക്കുന്നതിനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട്. അതിവിടെ നിഷേധിച്ചു എന്നുള്ളത് കൂടി നമ്മൾ ഈ ചർച്ചയിൽ ഉൾപ്പെടുത്തേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. ശരി, ശ്രീ സുരേഷ് ബാബുവിലേക്കും ശ്രീ പി ബിജുവിലേക്കും വരുന്നതിന് മുൻപ് അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാറിലേക്ക് ഞാൻ ഒരിക്കൽ കൂടി ഈ ഘട്ടത്തിൽ പോവുകയാണ്. അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ, ഇപ്പോൾ ഇതാ ഈ പുനർനിയമനം ഉത്തരവിൽ ഒപ്പിട്ടിട്ടുണ്ട് മുഖ്യമന്ത്രി. നാളെ അത് കൈമാറും, അത് സെൻകുമാറിന് ലഭിക്കും. അദ്ദേഹം ഈ പുനർനിയമനത്തിന് വിധേയനാകുകയും ചെയ്യും. പക്ഷേ സർക്കാർ നേരത്തെ ചൂണ്ടിക്കാട്ടിയ അവ്യക്തത അവിടെ ഇപ്പോഴും ഉണ്ട്. ഇനി അതാണല്ലോ നമുക്ക് ഉത്തരം കിട്ടേണ്ട കാര്യം. ആ അവ്യക്തത ഇപ്പോൾ മാറാതെ തന്നെ സുപ്രീം കോടതിയുടെ ഈ ഇടപെടലിലൂടെ സർക്കാർ ഒരുപക്ഷെ നേരത്തെ നടപടിക്രമങ്ങൾ നടത്തി ഇപ്പോൾ ഈ ഉത്തരവിറക്കി. പക്ഷേ ബെഹ്റ വിജിലൻസിൻ്റെ മേധാവിയാകുന്നു. അദ്ദേഹത്തിന് ഈ കാര്യത്തിലുള്ള ഈ കക്ഷി എന്നുള്ള നിലയ്ക്ക് കോടതിയെ സമീപിക്കാനുള്ള അവകാശം അവിടെ കിടക്കുന്നു. അതൊന്ന്. മറ്റ് രണ്ടുപേരുടെ കാര്യത്തിൽ ജേക്കബ് തോമസിനും ശങ്കർ റെഡ്ഡിക്കുമുള്ള കോടതിയെ സമീപിക്കാനുള്ള ഒരു അവകാശം അവിടെ കിടക്കുന്നു. ഇതൊന്നും പോരാതെ ഒരു പൊതു താൽപര്യ ഹർജി ആരെങ്കിലും ഈ കേസിനെ അടിസ്ഥാനമാക്കി ഫയൽ ചെയ്താൽ ഉത്തർപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിയമിക്കപ്പെട്ട DGPമാരുടെ കാര്യത്തിൽ പോലും സുപ്രീം കോടതി ഇടപെടേണ്ടി വരില്ലേ? ഇങ്ങനെയുള്ള ഒട്ടേറെ നിയമപ്രശ്നങ്ങൾക്ക് തുടക്കം കുറിക്കുകയല്ലേ ഇത്? ഇതിൽ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ആണ് സർവീസ് മാറ്ററിൽ ഫയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നോട്ട് മെയിൻറ്റൈനബിൾ ആണെന്ന് സുപ്രീം കോടതി തന്നെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു സർവീസ് മാറ്ററിലും പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻസ് നിൽക്കില്ല. അഫക്റ്റഡ് പാർട്ടീസിന് മാത്രമേ ലിറ്റിഗേഷൻ ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ ഉത്തർപ്രദേശിലെ കാര്യങ്ങളൊന്നും നോക്കണ്ട. ഉത്തർപ്രദേശിലെ കാര്യങ്ങളിൽ എന്താ ഉള്ളത്? അതിൽ അഗ്രീഡ് പാർട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അവരത് ചലഞ്ച് ചെയ്യട്ടെ. നമ്മൾ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിക്കേണ്ട ഒരു സംശയം ചോദിക്കട്ടെ ശ്രീ രഞ്ജിത്ത് മാരാർ, ഇത് സർവീസ് മാറ്റർ ആണ് എന്ന് പറഞ്ഞാണ് നമ്മൾ നേരത്തെ ഇവിടെ CAT-യിലും മറ്റ് കോടതികളിലുമൊക്കെ ഇത് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇത് സർവീസ് മാറ്ററിന്റെ പരിധി കടന്ന് ഒരു അവകാശമായ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ, ഒരു ജീവനക്കാരൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ഘട്ടത്തിലേക്കാണ് കോടതി നിരീക്ഷിച്ചെത്തുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ സർവീസ് മാറ്റർ അല്ല ഈ കാര്യത്തിൽ പൊതു താല്പര്യ ഹർജി ഇനി വരുമ്പോൾ. ലാലിയിലെ പ്രശ്നം എന്താണെന്നറിയോ? ഞാനിപ്പോൾ ഒരു ഒപ്പീനിയൻ തരുമോ, ലാൽ എന്തെങ്കിലും പറയുമോ, അല്ലെങ്കിൽ സെബാസ്റ്റ്യൻ പോൾ സാർ എന്തെങ്കിലും പറയുന്നതുകൊണ്ട് കാര്യമില്ല. കാരണം സുപ്രീം കോടതി പറയാനാണ് അൾട്ടിമേറ്റ്ലി ശരിയായ നിയമം വരുന്നത്. സുപ്രീം കോടതി പല സിറ്റുവേഷൻസിൽ സർവീസ് മാറ്ററിൽ പൊതു താല്പര്യ ഹർജി നിലനിൽക്കില്ല എന്ന് പറഞ്ഞു. ഇനി രണ്ടാമത്തെ നമ്മൾ ചോദിച്ച വേറെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബെഹ്റയ്ക്കോ മറ്റേ റെഡ്ഡിക്കോ എന്തെങ്കിലും ഈ ഓർഡറിൽ ഗ്രീവൻസ് ഉണ്ടെങ്കിൽ, പഴയ ഓർഡറിൽ ഗ്രീവൻസ് ഉണ്ടെങ്കിൽ ചലഞ്ച് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിപ്പോൾ ഫൈനലായിട്ടുണ്ട്. ഈ സുപ്രീം കോടതി ഓർഡറിൽ റിവ്യൂ ഫയൽ ചെയ്ത് കഴിഞ്ഞാലുള്ള എല്ലാം കിട്ടുന്ന സ്റ്റേറ്റ് ഫയൽ ചെയ്തിട്ട് കിട്ടുന്ന രീതികൾ ഇതാകുമ്പോഴത്തേക്ക് അവരെ എത്രത്തോളം നമുക്ക് എൻ്റർടൈൻ ചെയ്യുന്നുള്ളത് നമുക്ക് പ്രാക്ടിക്കാലിറ്റിയിൽ ചിന്തിക്കാൻ പറ്റില്ല ഇതുപോലത്തെ ഇഷ്യൂസിൽ. പിന്നെ പുതിയ ഓർഡർ ചലഞ്ച് ചെയ്യുക എന്നുള്ളത്, പുതിയ ഓർഡർ ചലഞ്ച് ചെയ്യുമ്പോഴത്തേക്കും അത് തെറ്റാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സെറ്റ് അസൈഡ് ചെയ്തേക്കും പുതിയ ഓർഡർ. പിന്നെ ഈ ലിമിറ്റഡ് TP സെൻകുമാറിൻ്റെ ഇഷ്യൂവിൽ ലിമിറ്റഡ് ഒരു ഭാഗം മാത്രം സുപ്രീം കോടതി പറഞ്ഞതിൻ്റെ മുകളിൽ ഒരു ഓർഡർ വരാതെ അത് നമുക്ക് സെറ്റ് അസൈഡ് ചെയ്യാനോ അല്ലെങ്കിൽ അത് ചലഞ്ച് ചെയ്യാനുള്ള അവകാശം അവർക്കുണ്ടാവുള്ളൂ. അപ്പോൾ അതെല്ലാം പിന്നീട് വരുന്ന അവസരത്തിൽ കോടതി നോക്കേണ്ടതാണ്. പിന്നെ ഇതെല്ലാം 36-ന് തീരെ ഒരു മാസത്തിൻ്റെ ഇഷ്യൂ അല്ലേ വരുന്നുള്ളൂ.
ഇത് TP സെൻകുമാറിനെ പോലെ ഒരാൾ ഒരു എന്താ പറയുക പോലീസ് ഓഫീസർ ഒരു തലപ്പത്ത് വന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ജനങ്ങളെന്നുള്ള നിലയ്ക്ക് നമുക്ക് നല്ലൊരു മുഖ്യമന്ത്രി, ഇപ്പോൾ ഞാൻ അങ്ങനെ തന്നെ പറയാം, നല്ലൊരു മുഖ്യമന്ത്രിയാണെന്ന് അവകാശപ്പെടുന്ന എല്ലാവരും അവകാശപ്പെടുന്നത്, ലാലു അവകാശപ്പെടുന്ന പിണറായി വിജയൻ ഉള്ളപ്പോൾ നമുക്കിപ്പോൾ പേടിക്കേണ്ട കാര്യമില്ല. രഞ്ജിത്ത് മാരാർ ഒരു ഔദാര്യം കൊടുക്കുന്നത് പോലെ ഉണ്ടോ? എന്റെ സംശയമാണോ? അങ്ങനെ പറയുമ്പോൾ ഒരു നല്ല മുഖ്യമന്ത്രി എന്നൊരു ഔദാര്യം കൊടുക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അതെന്റെ സംശയമാണോ? ലാലിനൊരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടോ? എനിക്കില്ല. എനിക്ക് ആ കാര്യത്തിൽ ഇതുവരെ തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ഭാഗത്തെ വ്യക്തത വരുത്താൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ ഈ കാര്യത്തിൽ തന്നെ ശ്രീ രഞ്ജിത്ത് മാരാർ ഈ പുനഃപരിശോധനാ ഹർജി പോകുമ്പോൾ അല്ല ഒരു ഞാൻ ഒന്നുകൂടെ ചോദിക്കട്ടെ, താങ്കൾക്ക് പെട്ടെന്ന് പോകാൻ കൂടി ഉള്ളത് കൊണ്ടാണ് ഞാൻ ഒന്ന് അങ്ങയിലേക്ക് വീണ്ടും വരുന്നത്. ഈ പുനഃപരിശോധനാ ഹർജിയുടെ കാര്യത്തിൽ പോലും താങ്കൾ പറഞ്ഞു അതും കൂടി എന്നിട്ടും ഇവിടെ വലിയ കാര്യമൊന്നുമില്ല എന്ന്. അപ്പോൾ ഈ കാര്യത്തിൽ എന്തുണ്ടെങ്കിലും ഇവിടെ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നേരത്തെ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞതുപോലെ എന്ത് തരത്തിലുള്ള നിയമത്തിന്റെ പരിരക്ഷയാണ് സംസ്ഥാന സർക്കാരിനപ്പോൾ ഇത്തരം ഘട്ടങ്ങളിൽ സുപ്രീം കോടതിയിൽ തേടാനാകുന്നത്? ഇതേ അവസരത്തിൽ ഒന്നാമത്തെ കാര്യം ഈ ഇഷ്യൂവിൽ ഞാൻ വളരെ ഇതായിട്ട് പറയുകയാണ്. നമ്മൾ പ്രാക്ടിക്കലി ഇത് കമ്പ്യൂട്ടറൊന്നുമല്ല, ഇത് ഈ കേസസ് ഡിസൈഡ് ചെയ്യണം ഹ്യൂമൻ ബീയിങ്സ് ആണ്. ജസ്റ്റിസ് കാർഡോസോ പറഞ്ഞതുപോലെ ഏത് കേസിലാണെങ്കിലും ജഡ്ജസിൻ്റെ മൈൻഡ് അവർ ഏത് രീതിയിൽ വളർന്നു വന്നിട്ടുണ്ട്, അവർ ലോസിനെ അപ്രോച്ച് ചെയ്യുന്നതെല്ലാം അവർ വളർന്നു വന്ന സാഹചര്യത്തെ അതൊരു ഇമ്പാക്റ്റ് ചെയ്യും, എന്തായാലും ഡിസിഷനെ ഇമ്പാക്റ്റ് ചെയ്യും. അങ്ങനെ ജഡ്ജസ് അത് ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ടാവും. അവർ പല കാര്യങ്ങളും ഈ ജഡ്ജ്മെൻറ്റിലേക്ക് അറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഒരു കാര്യം ഇന്ന് സൂചിപ്പിച്ചിട്ടുമുണ്ട്. അവർ പറഞ്ഞു ഒരു റിപ്പോർട്ട് ഞങ്ങൾ കണ്ടതിനെക്കുറിച്ച് ഞങ്ങൾ കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല, അത് പറയണമായിരുന്നു എന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നുള്ള രീതിയിൽ ഒരു പരാമർശം വന്നതാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയുള്ളപ്പോഴാണ് ഈ സിദ്ധാർത്ഥ് ലൂത്ര ഈ ക്ലാരിഫിക്കേഷൻ ആപ്ലിക്കേഷൻ കൂടി വിഡ്രോ ചെയ്തത്. ഇന്ന് വിഡ്രോ ചെയ്ത സാഹചര്യത്തിൽ ഇനിയൊരു ക്ലാരിഫിക്കേഷൻ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് മെയിൻറ്റെയിൻ ആവില്ല. പിന്നെയുള്ളത് റിവ്യൂ പെറ്റീഷൻ ഇവിടെ ചേംബറിലാണ് കേൾക്കുന്നത്. ചേംബറിൽ കേൾക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വായിച്ചിട്ട് വരും. അങ്ങനെ എറർ അപ്പാരൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരത് കൺസിഡർ ചെയ്യും. നമുക്ക് ആർഗ്യൂ ചെയ്യാനുള്ള ഒരു ചാൻസസ് പോലും വക്കീലന്മാർക്ക് പോലും കിട്ടുന്നില്ല. ആകെയുള്ള ഒരു എക്സെപ്ഷൻ അത് വധശിക്ഷയുള്ള കേസസിലാണ്. അപ്പോൾ അങ്ങനെ വരുന്ന അവസരത്തിൽ ഇത് ഇനിയും നമ്മൾ അജിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പ്രാക്ടിക്കലി ഒരു റെമഡി ഉണ്ടാവുമോ എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല കിട്ടുന്നുള്ളത്. നിയമത്തിന്റെ ഒരു അക്കാദമിക് താല്പര്യമുള്ള ഒരു നിയമ ചർച്ച കൂടിയായി മാറുന്നത് കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഇങ്ങനെ ഇത്രയും സാങ്കേതികത്വം നിറഞ്ഞ ഒരു ഘട്ടമാണ് ഇത്തരം കേസ് നടത്തിപ്പിൽ സംസ്ഥാന സർക്കാരിന് സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട ഘട്ടങ്ങളിൽ ഉണ്ടാകുന്നതെങ്കിൽ എന്ത് തരത്തിലുള്ള വിധിയാണ് ഇനി അങ്ങോട്ട് നമുക്ക് പ്രതീക്ഷിക്കാനാകുക? അത് നമുക്ക് ആശാസ്യമായ ഒരു സംവിധാനമാണോ? ലാൽ ഒറ്റ മിനിറ്റ്, ലാൽ ഒരു മിനിറ്റ്, ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ജസ്റ്റ് ഞാൻ പോകുന്നതിന് മുമ്പ്. ലാൽ പറഞ്ഞോളൂ. ലാലിന്റെ ഒപ്പീനിയൻ തന്നെയാണ് എനിക്കുള്ളത്, നല്ല മുഖ്യമന്ത്രിയാണെന്ന് തന്നെയുള്ളതാണെന്ന്. അത് പറഞ്ഞിട്ട് ഞാൻ പൊക്കോട്ടെ. എനിക്കൊരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയനും ഇല്ല, നല്ല മുഖ്യമന്ത്രിയാണെന്ന് തന്നെയാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ കേട്ടോ. ലാലിന്റെ കൂടിയാണ് ആ കാര്യത്തിൽ ഞാൻ. ശരി, ശ്രീ രഞ്ജിത്ത് മാരാർ തൽക്കാലം ഈ ചർച്ചയിൽ നിന്ന് പോവുകയാണ്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, എൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം. അല്ല, ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ വിഷയത്തിൽ ഇനി സുപ്രീം കോടതിയെ സംസ്ഥാന ഗവൺമെൻറ് സമീപിക്കാതിരിക്കുന്നതാണ് നല്ലത്. ചൊവ്വാഴ്ച അവിടെ ഒരു കോടതിയലക്ഷ്യ ഹർജി വരുന്നുണ്ട്, സെൻകുമാർ ഫയൽ ചെയ്തത്. ആ കോടതിയലക്ഷ്യ ഹർജി പരിഗണനയ്ക്ക് എടുക്കുമ്പോൾ ഇന്ന് ഒപ്പിട്ട ഉത്തരവ് നാളെ നൽകപ്പെടുന്ന ഉത്തരവായി കഴിഞ്ഞു എന്ന് കോടതി അറിയിച്ചാൽ കോടതിയലക്ഷ്യ അവസാനിക്കണം. സുപ്രീം കോടതിക്ക് നമ്മളൊന്നും ആരോപിക്കുന്നതല്ല, ഇനി അതിനേക്കാൾ കവിഞ്ഞ ഒരു ശത്രുതാ മനോഭാവം സംസ്ഥാന സർക്കാരിന് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് പറയാൻ കഴിയില്ല. അതല്ലെങ്കിൽ ചൊവ്വാഴ്ച രാവിലെ ഈ വിഷയം അറിയിക്കുമ്പോൾ കോടതിയലക്ഷ്യ ഹർജി തീരും. അതിനപ്പുറത്തേക്ക് ഇനി ഒരു പുനഃപരിശോധനാ ഹർജിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള നിയമ നടപടിയോ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത് ഉചിതമാവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അസൗകര്യം ഉളവാക്കുമെങ്കിലും പ്രയാസം ഉളവാക്കുമെങ്കിലും എങ്ങനെയാണെങ്കിലും സുപ്രീം കോടതി പറയുന്നൊരു കാര്യം നടപ്പാക്കാനുള്ള ബാധ്യതയുണ്ട്. പക്ഷേ അത് എങ്ങനെ വേണം, ഒരു ചോദ്യം ചോദിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി ഈ രീതിയിലുള്ള അസഹിഷ്ണുത കാണിക്കുന്നത് ശരിയല്ല എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, ഇപ്പോൾ ഈ കേസിൽ ഇന്ന് സംഭവിച്ചത് നമ്മൾ പരിശോധിക്കുമ്പോഴും എന്താണ് വ്യക്തമാകുന്നത്?
ഈ വ്യക്തതയ്ക്ക് വേണ്ടിയുള്ള ഹർജി ഞങ്ങൾ കൊടുത്ത ഉത്തരവിൽ വ്യക്തതയുണ്ട് എന്ന് പറഞ്ഞ് തള്ളിയിരിക്കുന്നു. അതേസമയം സെൻകുമാറിനെ ഇന്ന് തന്നെ നിയമിക്കണമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞ വാചകം സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല. കാരണം കോടതി തന്നെ പറയുന്നത് വായിച്ചെടുത്താൽ സർക്കാരിന് പലതും ചിന്തിക്കാനുണ്ട്, പഠിക്കാനുണ്ട്, അതിൻ്റെ സമയമെടുത്ത് നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യമാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ചൊവ്വാഴ്ച ഒരു കോടതി അലക്ഷ്യ ഹർജി പരിഗണിക്കുമ്പോഴും അതും ഒരു പരാതി സെൻകുമാർ കൊടുത്തതിൻ്റെ വെളിച്ചത്തിൽ അന്വേഷിക്കാനാണ് വച്ചിരിക്കുന്നത്. ഈ ചീഫ് സെക്രട്ടറി പോലും ഹാജരാകണമെന്ന് പറയണമെന്ന് വാദിക്കാരൻ പറഞ്ഞപ്പോൾ അത് പറ്റില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ 9-ാം തീയതി പറയട്ടെ എന്നാണ് സുപ്രീം കോടതി എടുത്തിരിക്കുന്ന നിലപാട്. നിങ്ങൾ എന്ത് കാര്യത്തിലാണ് ഈ ഭരണപക്ഷത്തെ, മുഖ്യമന്ത്രിയെ, ഗവൺമെൻറ്റിനെ ഈ രീതിയിൽ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്? സെൻകുമാറിന് നീതി കൊടുക്കണം എന്നാണോ, അതോ സുപ്രീം കോടതിയുടെ ഈ ഉത്തരവ് എങ്ങനെയെങ്കിലും പാലിക്കണം എന്നാണോ? ആ കാര്യത്തിൽ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിൻ്റെ താല്പര്യങ്ങൾ അവിടെ ഗണിക്കേണ്ടതില്ല എന്നതാണോ നിങ്ങളുടെ അഭിപ്രായം? അവിടെ നിങ്ങൾ തൊടുന്നതേ ഇല്ലല്ലോ. എല്ലാത്തിനും മറുപടി വരാം. ഒരു കാര്യം വളരെ വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നതെന്ന്, സെൻകുമാറിൻ്റെ ഹർജി പ്രകാരം അദ്ദേഹത്തിന് നീതി ലഭ്യമാവുന്ന തരത്തിലുള്ള ഒരു ഉത്തരവ് സുപ്രീം കോടതിയിൽ നിന്ന് വന്നിട്ടുള്ള പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന് നീതി ലഭിക്കണം. നീതി സാധാരണഗതിയിൽ ലഭ്യമാവുന്നില്ല, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് അത് കിട്ടുന്നില്ല. ഗവൺമെൻറ് അത് ഒരു തരം വ്യക്തിവിരോധത്തിൻ്റെ ഭാഗമായി കാണിച്ച് അതിനെ ഒരു തരത്തിൽ നിഷേധിക്കുന്ന ഒരു സംശയം. അഡ്വക്കേറ്റ് പി എം സുരേഷ് ബാബു, ഇതേ സെൻകുമാർ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ പോയപ്പോഴും കീഴ്ക്കോടതികളിൽ വന്നപ്പോഴും സെൻകുമാറിനെതിരായ വിധിയാണ് ഉണ്ടായത്. അപ്പോഴും കോടതി നടപടികളുടെ ഭാഗത്തായിരുന്നോ നിയമവാഴ്ചയിൽ വിശ്വസിക്കുന്ന നിങ്ങൾ ഉണ്ടായിരുന്നത്? അതോ സെൻകുമാറിന്റെ താല്പര്യത്തിനനുസരിച്ച് അദ്ദേഹത്തോടൊപ്പം നിന്ന് ഈ മുകളിലേക്ക് സർക്കാരിനെതിരായി പോകാനാണോ നിങ്ങൾ താല്പര്യം കാട്ടിയത്? സെൻകുമാറിന് നീതി ലഭിക്കണം. സെൻകുമാറിന് നീതി ലഭിക്കുന്നതിനാവശ്യമായ നടപടികൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണം. അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് നീക്കിയത് ഒരു തരത്തിലും നീതിപൂർവമായ നടപടികളിലൂടെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തുള്ള ക്രമരഹിതമായ പ്രവർത്തനത്തിനുള്ള, അതായത് കൃത്യമായി പറഞ്ഞാൽ സെൻകുമാറിനെ ഈ പറഞ്ഞ രീതിയിൽ പുറത്താക്കിയതിനെയാണ് നിങ്ങൾ എതിർക്കുന്നത്. അതല്ലാതെ സെൻകുമാർ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് കോടതിയിൽ പോയി വാങ്ങിയ വിധി നടപ്പിലാക്കുക എന്നുള്ളതല്ല. സെൻകുമാറിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് നേരത്തെ ഒരു തീരുമാനമുണ്ടായിരുന്നു. സെൻകുമാറിനെ മാറ്റാൻ പാടില്ല, നിങ്ങളുടെ കാലത്ത് നിയമിച്ച ആളാണ്. എല്ലാ തരത്തിലും സുപ്രീം കോടതി പോലും ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ എന്താണ് നടക്കുന്നത് എന്ന് അന്നത്തെ നിയമനത്തെക്കുറിച്ച് വിമർശിച്ചതാണ്. ആ നിയമനത്തിലൂടെ വന്ന ആളാണ് സെൻകുമാർ. ആ സെൻകുമാറിനെ വീണ്ടും അവിടെ കൊണ്ട് നിർത്തണം എന്നുള്ളതാണ് നിങ്ങളുടെ ആവശ്യം. അതല്ലാതെ ഈ സെൻകുമാർ വിഷയത്തിൽ ഈ ഒരു വിധി കോടതിയുടെ നിയമവാഴ്ചയുടെ ഫലമായി നടപ്പിലാക്കുക എന്നുള്ളതാണെങ്കിൽ കീഴ്ക്കോടതിയിലെ വിധികളിലും നിങ്ങളത് കാണിക്കേണ്ടതായിരുന്നല്ലോ. എൻ്റെ ഒരു കാര്യം ഞാൻ പറയാം. ഇതിനകത്ത് ഒരു വസ്തുതയുണ്ട്. ഞാൻ പരാമർശിച്ച വിഷയങ്ങളിൽ വ്യക്തത വരുത്താൻ ശ്രീ ലാൽ ശ്രമിക്കുന്നത് വളരെ 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 പരിതാപകരമായ ഒരു വിഷയമാണ്. ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ വളരെ വ്യക്തതയുണ്ട്. ഇത് ഗവൺമെൻറ്റുമായി ബന്ധപ്പെടുന്ന എല്ലാ ആളുകൾക്കും ആരെന്ത് പറയുന്നതിനും വ്യക്തതയില്ലാത്ത ഒരവസ്ഥ വരുന്നത് നിർഭാഗ്യകരമായ ഒരു വസ്തുതയാണ്. ഞാൻ പറഞ്ഞത് എന്താ, സെൻകുമാറിനെ മാറ്റിയത് നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് എന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തെ മാറ്റിയത് ശരിയല്ല. നിയമിച്ചതിലും നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല എന്ന് സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അത് തള്ളിയിട്ടില്ല. അവിടെയും നിങ്ങൾ സുപ്രീം കോടതിയുടെ ഭാഗത്താണോ? ഇതാണ് എന്റെ ചോദ്യം. ഞാനിപ്പോ പറയുന്നത് സെൻകുമാറിന്റെ നിയമനത്തിലല്ല, സെൻകുമാറിനെ നിയമിച്ച സ്ഥലത്ത് നിന്ന് നീക്കിയതിലുള്ള നടപടിക്രമങ്ങളിലെ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ച് അദ്ദേഹത്തെ തിരികെ എടുക്കണം എന്ന അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് അതുണ്ടായില്ല. അതായത് നിയമനക്കാര്യത്തിൽ അട്ടിമറി നടത്തി നിയമിച്ച ഒരാളെ ഈ പുതിയ സർക്കാർ വന്ന് അവർക്ക് താല്പര്യമില്ലാതെ മാറ്റിയപ്പോൾ നിങ്ങൾ നിയമിച്ച അതേ അട്ടിമറിയിലൂടെ നിയമിച്ച ആളിനെ തന്നെ അവിടെ നിലനിർത്താൻ അത് നീക്കിയതിന്റെ നൂലാമാലകളെ മാത്രം നിങ്ങൾ നോക്കിക്കാണുന്നു.
നിയമിച്ച ഘട്ടത്തിലെ കാര്യങ്ങൾ നിങ്ങൾ പരിഗണിക്കുന്നില്ല. അതാണിപ്പോൾ കാണേണ്ടത്. ഒരു ഭാഗം കണ്ണടയ്ക്കുന്നു, മറ്റേ ഭാഗം മാത്രം നിങ്ങൾക്ക് കണ്ടാൽ മതി. ഞങ്ങൾ കണ്ണും കാതും ഒക്കെ ഒരുപോലെ തുറന്നു തന്നെയാണ് ഇരിക്കുന്നത്. ഒരു കാര്യത്തിലൊന്നും ഒരു സംശയമില്ല. ഈ കാര്യത്തിൽ ഗവൺമെന്റ് ശ്രീ സെൻകുമാറിനെ നീക്കം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇദ്ദേഹം തെറ്റായ വഴിയിലൂടെയാണ് ഇവിടെ കടന്നു വന്നത്. അതുകൊണ്ട് ആ തെറ്റായ വഴിയിലൂടെ കടന്നു വന്നയാളെ അവിടെ ഇരുത്താൻ ഈ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ഇക്കാര്യത്തിൽ ഈ രൂപത്തിൽ പ്രതികരിക്കുമായിരുന്നില്ല. ഇവിടെ വന്നിരിക്കുന്നത് വേറൊരു രൂപത്തിലാണല്ലോ. മറ്റിതര കാരണങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തെ നീക്കിയത്. ആ നീക്കിയത് ശരിയല്ലെന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ട്, UDF ആയ ഞങ്ങൾക്ക് ബോധ്യമുണ്ട്, കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ബോധ്യമുണ്ട്. ആ ബോധ്യം വന്ന സമയത്ത് അദ്ദേഹത്തെ തിരികെ എടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. ഗവൺമെന്റിന്റെ ഭാഗത്ത് അത് ഉണ്ടായില്ല. അദ്ദേഹം കോടതിയിൽ പോയി. കോടതിയിൽ അദ്ദേഹത്തിന് വിജയം കിട്ടിയില്ല. പക്ഷെ കോടതിയെ വിമർശിക്കുക UDFന്റെ ശൈലിയല്ലാത്തത് കൊണ്ട് ഞങ്ങൾ അവിടെ മൗനം പാലിച്ചു. പിന്നീട് അദ്ദേഹം സുപ്രീം കോടതിയിൽ പോയി. ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു വിധി തന്നെയാണ് സുപ്രീം കോടതിയിൽ നിന്ന് വിധി വന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ തിരികെ പ്രവേശിപ്പിക്കണം, സുപ്രീം കോടതി വിധിയും കൂടി ഉണ്ട് എന്ന നിലയിൽ വന്നപ്പോൾ അത് നീട്ടിക്കൊണ്ടുപോകുന്നതിനുള്ള ഒരു പരിശ്രമം നടത്തിയതിനെയാണ് കോടതി പോലും ഇപ്പൊ വിമർശിച്ചത്. ഇല്ല, കോടതി അതിനെ വിമർശിച്ചിട്ടില്ല. കോടതി അതിനെ വിമർശിച്ചിട്ടില്ല. എനിക്ക് പറയാനുണ്ടായിരുന്നത് പോകുന്നതിന് മുമ്പ് ആ കാര്യത്തിൽ എനിക്ക് അങ്ങയോട് ഒരു വ്യക്തത ചോദിക്കാനുണ്ട്. ശ്രീ PM സുരേഷ് ബാബു, ഈ സെൻകുമാറിന്റെ നിയമനം നീട്ടിക്കൊണ്ടുപോവുകയാണ് സംസ്ഥാന സർക്കാർ എന്ന് കോടതി ഏത് വിധിയിലൂടെയാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്? അങ്ങേക്ക് അതൊന്ന് ചൂണ്ടിക്കാട്ടാമോ? ഞാൻ കോടതി വിധി അങ്ങനെ ഉണ്ടായിട്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എന്റെ അഭിപ്രായമാണ്, UDFന്റെ അഭിപ്രായമാണ്. ഞങ്ങളുടെ കോടതികളിലൂടെ സമീപിച്ച് എന്തായാലും ഈ രീതിയിലാണ് സെൻകുമാർ നിയമിക്കപ്പെട്ടതെങ്കിലും ആ കാര്യം ഇപ്പോൾ പ്രതിപക്ഷത്തിന് അറിയേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് ഇപ്പോൾ നീതി വാങ്ങിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു കൂട്ടരായിട്ടാണ് പ്രതിപക്ഷം നിൽക്കുന്നത്. പ്രതിപക്ഷത്തിന്റെ താല്പര്യത്തിലുള്ള ഒരു സംസ്ഥാന പോലീസ് മേധാവി ആയി TP സെൻകുമാർ നാളെ വരുന്നു എന്നാണോ കാണേണ്ടത്? ഒന്ന്, ഗവൺമെൻറ് സംരക്ഷിക്കുന്നത് അല്ലെങ്കിൽ ഗവൺമെൻറ് നടപ്പിലാക്കുന്നത് ജനങ്ങളുടെ താല്പര്യമാണ്. ആ ജനങ്ങളുടെ താല്പര്യാർത്ഥമാണ് യഥാർത്ഥത്തിൽ ഒരു വർഷത്തിന് മുമ്പ് DGPയെ മാറ്റിയത്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു ജിഷ സംഭവമൊക്കെ കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടൊരു ക്യാമ്പയിനാണ്. അത്തരം സംഭവങ്ങളും ജനങ്ങളുടെ താല്പര്യത്തിന് നല്ല നിലയിൽ ഒരു പോലീസ് സംവിധാനം കേരളത്തിലുണ്ടാവണം. അത് ശരിയായിട്ടുള്ള നിലപാടായിരുന്നു. ആ ശരിയായിട്ടുള്ള നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ബെഹ്റയെ DGP ആയി നിയമിച്ചുകൊണ്ട് ഉത്തരവിറക്കിയത്. ഈ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഇത് പോലീസ് ഓഫീസർമാരുടെ ഇടയിലും മറ്റാൾക്കാരുടെ ഇടയിലും ഒക്കെ നടക്കുന്ന കാര്യമാണ്. ഇവിടെ ഒരു വിഭാഗം വരുന്ന മാധ്യമങ്ങളും കോൺഗ്രസും BJPയും സംഘടിതമായി എന്താ നീതി പ്രശ്നം എന്നുള്ള രൂപത്തിൽ, ഈ നാട്ടിലൊന്നും നടക്കാത്ത സംഭവം എന്നുള്ള രൂപത്തിൽ ഇതിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രക്തസാക്ഷി പരിവേഷം നൽകുന്ന രൂപത്തിലേക്ക് ഇതിനെ ഇങ്ങനെ ഒരു ടെമ്പോ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. കാരണം ഇതിനു മുമ്പും DGPമാരെ ഗവൺമെൻറ്റുകൾ മാറ്റിയിട്ടുണ്ട്. ഇതിന് ശേഷവും UP അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഗവൺമെൻറ്റുകൾ DGPമാരെ മാറ്റിയിട്ടുണ്ട്. അത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവമാണ്. ഇവിടെ ഈ കോടതി വിധി വന്നതിന് ശേഷം ഒരു ഘട്ടത്തിലും ഗവൺമെൻറ് പറഞ്ഞിട്ടില്ല റീഇൻസ്റ്റേറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടില്ല. കോടതി വിധി നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. കോടതി വിധി സുപ്രീമാണെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. കോടതി വിധി നടപ്പിലാക്കുമെന്നാണ് പാർട്ടി പറഞ്ഞത്. പിന്നെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ലീഗൽ ഇംപ്ലിക്കേഷൻസ് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഇവർ പരിശോധിക്കാതെ ചെയ്യാൻ പറ്റുമോ? ആ പരിശോധിക്കുന്നതിനകത്ത് എന്ത് തെറ്റ്? ഇപ്പോൾ കോടതി ഏതെങ്കിലും തരത്തിൽ ഇതിനെ, ഞാൻ പറഞ്ഞല്ലോ, ഒരു ക്ലാരിഫിക്കേഷൻ ആണ് ഗവൺമെൻറ് പോയത്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിട്ട് ക്ലാരിഫിക്കേഷൻ വേണമെന്ന് തോന്നി, ക്ലാരിഫിക്കേഷന് പോയി. ആ ക്ലാരിഫിക്കേഷൻ അനുവദിച്ചു തന്നില്ല സുപ്രീം കോടതി. കോടതി ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നത് ശരിയാണോ? അല്ലെങ്കിൽ റിവ്യൂ പെറ്റീഷൻ പോലും നേരത്തെ വക്കീൽ പറയുന്നത് റിവ്യൂ പെറ്റീഷൻ കൊടുത്തിട്ട് പോലും അങ്ങനെ മുൻവിധിയോടുകൂടി കോടതിയെ ജനങ്ങൾ സമീപിക്കുന്ന സ്ഥിതിവിശേഷം വന്നാൽ അത് ഗവൺമെൻറ് ആയിക്കോട്ടോ കക്ഷി ആയിക്കോട്ടോ നല്ലതാണോ? ഒരു വക്കീൽ തന്നെ നേരത്തെ പറഞ്ഞിട്ട് പോയതാണ്, നിങ്ങളിനി റിവ്യൂ കൊണ്ടുപോയിട്ടും കാര്യമില്ലെന്നാണ്. അപ്പോൾ അങ്ങനെ കോടതിക്കകത്ത് അനുവദനീയമായിട്ടുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഒരു ഗവൺമെൻറ്റിനോ ഒരു വ്യക്തിക്കോ ഈ രാജ്യത്ത് അനുവാദമില്ല. ഈ രൂപത്തിലേക്കാണ് നമ്മുടെ കോടതികൾ മാറിക്കൊണ്ടിരിക്കുന്നത്, ആ രൂപത്തിലേക്ക് ചുരുങ്ങുകയാണെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ജനങ്ങൾ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത്തരം കാര്യങ്ങളൊക്കെ അത്തരം വിമർശനപരമായി പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇവിടെ മറ്റ് പ്രയാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ ഇപ്പോൾ പക്ഷേ അവിടെ ഒരു വ്യക്തത കൂടി സർക്കാരിന് വേണ്ടേ? ഇപ്പോൾ സർക്കാർ ഈ രീതിയിൽ സുപ്രീം കോടതി വിധി നടപ്പിലാക്കുകയാണ്. പ്രതിപക്ഷവും കൈയടിക്കുന്നു, ജനങ്ങളും കൈയടിക്കുന്നു. സർക്കാർ ആ നടപടിക്രമങ്ങളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട്. അതനുസരിച്ച് ഇന്ന് ഉത്തരവിട്ടു, സെൻകുമാറിനെ നിയമിക്കുന്നു.
പക്ഷേ ഒരു വ്യക്തത വരണമല്ലോ. ഈ പറയുന്ന സംസ്ഥാന പോലീസ് വകുപ്പ് മേധാവിയായി അദ്ദേഹം നിലനിൽക്കുകയാണെങ്കിൽ ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ എന്താണ് ഉണ്ടാകുക? ഇദ്ദേഹം ഏതൊക്കെ കാര്യങ്ങളിൽ തീരുമാനമെടുക്കും? ഈ പറയുന്ന വിശ്വാസ്യത കുറവ് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഉണ്ട്, അതിനൊക്കെ തെളിവുകൾ നിരത്തിയിട്ടുണ്ട്. ആ നിലയ്ക്ക് അദ്ദേഹം എങ്ങനെ പ്രവർത്തിക്കും? ഇതൊക്കെ പ്രശ്നം തന്നെയല്ലേ? അദ്ദേഹം വന്ന് ഈ കാര്യങ്ങൾ ഏറ്റെടുത്താലും പ്രശ്നം തന്നെയല്ലേ? അദ്ദേഹത്തിന് എങ്ങനെ കൃത്യമായി തൻ്റെ കർത്തവ്യങ്ങൾ നിർവഹിക്കാനാകും? ജനങ്ങൾ കൈയടിക്കുമെന്നൊന്നും പറയണ്ട. കാരണം ഒരു വർഷത്തിന് മുമ്പേ ഞാൻ പറഞ്ഞത് വളരെ വ്യക്തമാണ്. ജനങ്ങളുടെ താല്പര്യം മുൻനിർത്തിക്കൊണ്ടാണ് പുതിയൊരു DGP കേരളത്തിൽ നിയമിച്ചത്. പക്ഷേ അതിപ്പോൾ കോടതി വിധിയോടുകൂടി അത് പുതിയ ആളുടെ പുതിയ ഉത്തരവ് ഇറക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ സാഹചര്യം കോടതി ഇനിയിപ്പോൾ നാളെ വേറൊരു കോടതി വിധി വരുമായിരിക്കും, അല്ലെങ്കിൽ മറ്റന്നാൾ മറ്റൊരു വിധി വരുമായിരിക്കും. കോടതികൾ ഇത്തരം സമീപനങ്ങൾ എല്ലാ കാലഘട്ടത്തിലും സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു ഗവൺമെൻറ് എടുക്കുന്ന നിലപാടുകൾ നടപ്പിലാക്കാൻ മാത്രമേ ഉദ്യോഗസ്ഥർക്ക് കഴിയൂ. ഇതിപ്പോൾ ജനങ്ങളുടെ താല്പര്യം എന്നുള്ള രൂപത്തിൽ നമ്മൾ, കാരണം ജനങ്ങളുടെ താല്പര്യം ഇതാണ്, ഇവിടെ എന്തോ നീതി നിഷേധം നടത്തിക്കൊണ്ടിരിക്കുക, ഇവിടെ ഒരു ഉദ്യോഗസ്ഥനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഈ രൂപത്തിലുള്ള ചർച്ച കേരളത്തിലെ സംഘടിതമായ ഒരു വിഭാഗം വരുന്ന മാധ്യമങ്ങൾ കഴിഞ്ഞ 4-5 ദിവസമായി ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുമാത്രമാണ്. കാരണം ട്രാൻസ്ഫർ എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിലും നടക്കുന്നതാണ്. നേരത്തെ സൂചിപ്പിച്ചതല്ലേ, ഇദ്ദേഹം തന്നെ DGP ആയി വന്നത് മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തിക്കൊണ്ടാണ്. അപ്പോൾ അതൊക്കെ സ്വാഭാവികമായിട്ടുള്ളൊരു പ്രോസസ്സാണ്. ശരി, എന്തായാലും ചർച്ചയുടെ അവസാന ഘട്ടത്തിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം അന്വേഷിക്കേണ്ടതും അത് തന്നെയാണ്. പ്രതിപക്ഷവും ഈ നിയമനത്തിന് ചൂട്ടുപിടിക്കുമ്പോൾ, ഇപ്പോൾ ഈ നിയമനം നടപ്പിലാക്കുന്ന ഘട്ടം സുപ്രീം കോടതി വിധിയെ മാനിച്ച് സർക്കാർ എടുക്കുമ്പോൾ, ഇനി സംസ്ഥാന പോലീസ് മേധാവിയുടെ സ്ഥാനത്തിരുന്നു കൊണ്ട് TP സെൻകുമാർ എടുക്കുന്ന നയങ്ങളെ ആ രീതിയിൽ തന്നെ പ്രതിപക്ഷം കാണുമോ? അതിൻ്റെ ആനുകൂല്യം സർക്കാരിന് കൊടുക്കുമോ? ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, TP സെൻകുമാർ ഏത് രീതിയിലാണ് കഴിഞ്ഞ ഒരു വർഷം സർക്കാരുമായി ഇടപെട്ടത് കോടതിയിലെങ്കിലും എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. സർക്കാരിനും വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. ആ നിലയ്ക്ക് ഇനി ഒരു 30 ദിവസമെങ്കിൽ അല്ലെങ്കിൽ അതിൽ താഴെയുള്ള ദിവസങ്ങളാണ്, 21-ാം തീയതി വരെയാണ് TP സെൻകുമാർ അവിടെ ഇരിക്കുന്നതെങ്കിൽ അവിടെ പോലീസിൻ്റെ കാര്യങ്ങളിലാണ് അദ്ദേഹത്തിന് ഇടപെടേണ്ടി വരിക. ആ കാര്യത്തിൽ സർക്കാർ എത്രയൊക്കെ ജാഗ്രത പാലിച്ചാലും ആ കാര്യത്തിൽ പ്രതിപക്ഷത്തിനും ചില ആനുകൂല്യങ്ങൾ സർക്കാരിന് കൊടുക്കേണ്ടതായി വരും. ഒരുപക്ഷെ TP സെൻകുമാറിനും ഇടപെടുന്ന ഘട്ടങ്ങളിൽ ഓരോ സ്ഥലത്തും അന്തസംഘർഷങ്ങൾ അദ്ദേഹത്തെയും സ്വാധീനിക്കാൻ സാധ്യതയില്ലേ ഈ ഘട്ടത്തിൽ പരിശോധിക്കുമ്പോൾ? അല്ല, ഇന്ന് ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി സെൻകുമാറിൻ്റെ നിയമന ഉത്തരവിൽ ഒപ്പുവെച്ചതോടെ സെൻകുമാറിൻ്റെ പദവി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം ഒരു വ്യവഹാരിയല്ല, സർക്കാരിനെതിരെ കേസിന് പോകുന്ന ഒരാളല്ല. അദ്ദേഹം ഇപ്പോൾ യൂണിഫോം ഇട്ട് ഈ സർക്കാരിന് കീഴിൽ ഈ സർക്കാരിൻ്റെ നയം നടപ്പാക്കേണ്ട ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം അത് മറന്നുകൊണ്ട് ഒരു വർഷം മുമ്പുള്ള അവസ്ഥയിലേക്ക് തിരിച്ചു പോകാൻ ശ്രമിച്ചാൽ സെൻകുമാറിനെയല്ല ആരെയാണെങ്കിലും നിലക്ക് നിർത്താൻ കരുത്തുള്ള ആഭ്യന്തരമന്ത്രിയാണ് ഇന്ന് കേരളത്തിലുള്ളത്. വളരെ വ്യക്തമായ ഉത്തരവാണത് ശ്രീ PM സുരേഷ് ബാബു. പക്ഷേ അക്കാര്യത്തിൽ നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു കാര്യം ഒരുപക്ഷെ അതാണ് എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ധർമ്മം ഇപ്പോൾ ഉള്ള നടത്തിപ്പ് കാണുമ്പോൾ വിലയിരുത്തുന്ന ആളുകൾ കാണുക. അതായത് പുതിയ പോലീസ് മേധാവിയും സർക്കാരും തമ്മിൽ ഒരു സംഘർഷം, അതിനുള്ള സാധ്യത ഉണ്ടാകില്ല എന്ന് ഈ ആഭ്യന്തരമന്ത്രിയെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ അറിയാവുന്നവർ നേരത്തെ ഒരു അഡ്വക്കേറ്റ് ഈ ചർച്ചയിൽ പങ്കെടുത്ത് പറഞ്ഞതാണ്. അതുപോലെ TP സെൻകുമാറും പുതിയ വ്യക്തിയായി മാറുന്നു. ആ നിലയ്ക്ക് നിങ്ങൾ ഇനി എങ്ങനെയാണ് ഈ സംസ്ഥാന ആഭ്യന്തര വകുപ്പിൻ്റെ പ്രവർത്തനത്തെ TP സെൻകുമാർ ഉള്ളിടത്തോളം വിലയിരുത്തുക? അല്ല, ദയവ് ചെയ്ത് ഇതിനകത്ത് നമ്മൾ എഴുതാപ്പുറം വായിക്കാതിരിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞങ്ങൾ ഈ രാജ്യത്ത് UDF എന്നുള്ള പറയുന്ന രാഷ്ട്രീയത്തെ ഇടതുപക്ഷ പ്രസ്ഥാനം പ്രതിപക്ഷത്തിരുന്നത് പോലെയുള്ള പ്രസ്ഥാനത്തിലല്ല. ഗവൺമെൻറ്റിനെ അസ്ഥിരപ്പെടുത്തുക, ഗവൺമെൻറ്റിൽ എല്ലാ ദിവസവും കലാപം ഉണ്ടാക്കുക, ഇതൊന്നും UDFൻ്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളല്ല. ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനം കൃത്യമായും സത്യമായും ആ ആനുകൂല്യം പ്രതിപക്ഷത്തിന് തരുമായിരുന്നു. പക്ഷെ കഴിഞ്ഞ 11 മാസത്തെ നിങ്ങളുടെ ഇടപെടൽ, ചെറിയ ചില ഉദാഹരണങ്ങൾ, പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന് മുമ്പിലുണ്ടായ പോലീസ് നടപടിയിൽ നിങ്ങളെടുത്ത നിലപാട്, നിങ്ങളുടെ ഹർത്താൽ, മഹിജയുടെ സംഭവത്തിൽ നിങ്ങളെടുത്ത നിലപാട്, പോലീസ് മേധാവിയെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞത്, ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ഇനി ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ ഉണ്ടായാൽ പോലും എങ്ങനെയാണ് സർക്കാരിനെ കുറ്റപ്പെടുത്തുക, മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്തുക? അവിടെ ഈ ജുഡീഷ്യറി നിയമിച്ച TP സെൻകുമാർ ആകില്ലേ പോലീസ് വകുപ്പിൻ്റെ മേധാവി?
ദയവ് ചെയ്തിട്ട് തിരുവനന്തപുരത്തിന്റെ ഭൂമിശാസ്ത്രം അറിയുന്ന ലാലും ഞാനും തമ്മിൽ ഇങ്ങനെ അന്ധന്മാർ കുതിരയെ കണ്ട പോലെ ആനയെ കണ്ട പോലെയുള്ള വർത്തമാനം പറയരുത് സാർ. നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടതാണ്. ഒരു എത്രയോ വലിയ വീതിയുള്ള ഒരു റോഡിന്റെ സൈഡിലാണ് തിരുവനന്തപുരത്ത് PHQ നിൽക്കുന്നത്. ആ PHQവിന്റെ റോഡിന്റെ മുന്നിലൂടെ ആ റോഡിലൂടെ നടന്നു പോകുന്ന മഹിജയെ പിടിച്ചു വലിച്ച് കൊണ്ടുപോയത് ഞങ്ങൾ കയ്യും കെട്ടി നോക്കി കിടന്നാണോ? ഒരു സഖാവായ മഹിമയെ, ഒരു സഖാവ് പണ്ട് കാലഘട്ടങ്ങളിൽ കുറച്ച് കാലഘട്ടം മുതൽ SFIയുടെ പതാക പിടിച്ച് ബാബു ആ വിഷയത്തിലേക്ക് പോകല്ലേ, അത് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു ഘട്ടം ഉണ്ടായപ്പോൾ നിങ്ങൾ പറഞ്ഞത് അന്നത്തെ DGP ഒന്നിടപെട്ടിരുന്നെങ്കിൽ, അദ്ദേഹം റോഡിലേക്ക് ഇറങ്ങി വന്നിരുന്നുവെങ്കിൽ, സംസാരിച്ചിരുന്നുവെങ്കിൽ തീരുമായിരുന്നല്ലോ. അതിനകത്ത് വേറെ ചില പ്രശ്നങ്ങളാണ് എന്നൊക്കെയാണ് നിങ്ങൾ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇനി എങ്ങനെയുള്ള ഘട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ കാര്യങ്ങൾ ഇടപെടാൻ കൊള്ളില്ല എന്ന് 2 ഉദാഹരണങ്ങളെങ്കിലും ചൂണ്ടിക്കാട്ടി കോടതിയിൽ പറഞ്ഞ, സർക്കാർ പറഞ്ഞ ഒരാളാണ് ആ മേധാവിയായി വരുന്നത്. അവിടെ നിങ്ങൾ ആ ഭാഗത്ത് എന്തുത്തരം പറയും? ഞങ്ങള് TP സെൻകുമാറിനെ കോൺഗ്രസ് അംഗമായിട്ടല്ല കാണുന്നത്, കോൺഗ്രസിന്റെ ഒരു പ്രവർത്തക അംഗമായിട്ടല്ല. അദ്ദേഹം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സാധാരണക്കാരായ ജനങ്ങൾക്ക് കിട്ടേണ്ടുന്ന സംവിധാനത്തിലുള്ള നീതി ലഭ്യമാക്കുന്നതിൽ ബെഹ്റ പരാജയപ്പെട്ടപ്പോൾ ബെഹ്റയോട് വിമർശനപരമായ സമീപനം സ്വീകരിച്ചു. അത് സെൻകുമാറിന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ അവിടെയും സ്വീകരിക്കും. സെൻകുമാറിനെ എല്ലാ കാലത്തും വളർത്തുപുത്രനെ പോലെ കൊണ്ടു നടക്കുന്ന ഒരു സമീപനമൊന്നും UDFിനില്ല. UDFിന്റെ ഒരു വളർത്തുപുത്രനുമല്ല. അതൊക്കെ മനസ്സിലാക്കാനുള്ള വിശാലത ദയവ് ചെയ്ത് അങ്ങേക്കുണ്ടാകണം. ശ്രീ P. ബിജു ഒരുപക്ഷെ അത് തിരിച്ച് വിശകലനം ചെയ്യുകയാണ് ശ്രീ PM സുരേഷ് ബാബു. അതായത് എന്റെ ചോദ്യം, ഈ എല്ലാ ദിവസവും TP സെൻകുമാർ എടുക്കുന്ന നിലപാടുകൾ ഒരുപക്ഷെ വ്യത്യസ്തമാകണം, എതിരായിരിക്കണം എന്നൊന്നുമില്ല. പക്ഷേ കുറഞ്ഞ പക്ഷം മുൻകാലങ്ങളിൽ പല വിവാദ വിഷയങ്ങളിലും UAPA പോലുള്ള കാര്യങ്ങളിലും ഒക്കെ TP സെൻകുമാറിന്റെ നിലപാടുകൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അത്തരം ഘട്ടങ്ങളിൽ നിലപാടുകൾ എടുത്ത TP സെൻകുമാർ ഇപ്പോൾ പല കാര്യങ്ങളിലും ജനങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ പെരുമാറുകയാണെങ്കിൽ, അങ്ങനെയുള്ള നിലപാടുകൾ എടുത്താൽ പ്രതിപക്ഷം ഒരുപക്ഷെ അവരുടെ കൂടി സമ്മർദ്ദത്തിൽ വന്ന ഓഫീസർ എന്നുള്ള നിലയ്ക്ക് മിണ്ടാതിരുന്നേക്കാം. നിങ്ങൾ അത് കയ്യും കെട്ടി നോക്കി നിൽക്കുമോ? ഒന്ന്, പ്രതിപക്ഷത്തിൻ്റെ താല്പര്യമല്ലല്ലോ സംരക്ഷിക്കപ്പെടേണ്ടത്, ജനങ്ങളുടെ താല്പര്യമാണ് സംരക്ഷിക്കപ്പെടേണ്ടത്. ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഗവൺമെൻറ്റും പോലീസും എല്ലാം പ്രവർത്തിക്കുക, ആ രൂപത്തിലാണല്ലോ മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഒരു ജനാധിപത്യ സംവിധാനമാണ്. ഇപ്പോൾ ആര് DGP ആയിരുന്നാലും ശരി തന്നെ ഈ ഗവൺമെൻറ് നയം മാത്രമേ നടപ്പിലാക്കാൻ കഴിയൂ. അതിനപ്പുറത്തേക്ക് ഉദ്യോഗസ്ഥ ഭരണമൊന്നും കേരളം പോലുള്ള സംസ്ഥാനത്ത് നടപ്പിലാവില്ല. ഉദ്യോഗസ്ഥ ഭരണവും അങ്ങനെയല്ല, പട്ടാള ഭരണവും നടപ്പില്ല. ഇതൊരു ജനാധിപത്യ സംവിധാനമാണ്. ആ ജനാധിപത്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള രൂപത്തിൽ മാത്രമേ, അതായത് ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ പോലീസിനായിരുന്നാലും എല്ലാം മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയൂ. അതിനാവശ്യമായിട്ടുള്ള ആർജവം, നടപ്പിലാക്കാനുള്ള ആർജവം ഈ ഗവൺമെൻറ്റിനുണ്ട്. പിന്നെ UAPയുമായി ബന്ധപ്പെട്ടും മറ്റു കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടും എല്ലാം കോൺഗ്രസ് എടുത്തിട്ടുള്ള അല്ലെങ്കിൽ UDF എടുത്തിട്ടുള്ള സമീപനമല്ല ഈ ഗവൺമെൻറ്. അതിനെ സംബന്ധിച്ചൊക്കെ ഗവൺമെൻറ് തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. നിരപരാധികളുടെ പേരിൽ UAPA ചുമത്തുക, രാഷ്ട്രീയക്കാരുടെ പേരിൽ UAPA ചുമത്തുക, നാട് കടത്തുക, ഇത്തരം സംഭവങ്ങളോടൊന്നും ഒരു ജനാധിപത്യ സമൂഹത്തിൽ പ്രത്യേകിച്ചൊരു ഇടതുപക്ഷ ഗവൺമെൻറ് യോജിക്കാൻ കഴിയില്ല. അത്തരം ജനവിരുദ്ധ നയങ്ങളൊന്നും ആയിട്ട് പോകാൻ കഴിയില്ല. അത്തരം സമീപനമൊന്നും സ്വീകരിച്ച് കേരളം പോലുള്ള സംസ്ഥാനത്ത് ഒരു DGPക്കും പ്രവർത്തിക്കാൻ കഴിയില്ല. കാരണം DGP ഭരണമല്ലല്ലോ കേരളത്തിൽ. ശരി, എന്തായാലും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞതുപോലെ തന്നെ സർക്കാർ പറഞ്ഞാൽ കേൾക്കാത്ത ഒരു ഉദ്യോഗസ്ഥനും അവിടെ ആ സ്ഥാനത്തുണ്ടാകില്ല എന്ന്, ആ കാര്യങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുന്ന മുഖ്യമന്ത്രി തന്നെയാണ് ഇന്ന് കേരളത്തിൽ ഉള്ളത് എന്ന പലരുടെയും നിരീക്ഷണങ്ങളും ഇവിടെ ശ്രദ്ധേയമാകുകയാണ്. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ P. ബിജു, അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു. നമസ്കാരം.